കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എപ്പോഴും ചടുലവും പ്രവചനാതീതവുമാണ്. മുദ്രാവാക്യങ്ങളുടെ കരുത്തിലും ആൾക്കൂട്ടത്തിന്റെ ആവേശത്തിലും പടുത്തുയർത്തപ്പെട്ട രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് മാറി വസ്തുതകളുടെയും കണക്കുകളുടെയും കൃത്യതയാർന്ന പഠനങ്ങളിലൂടെ ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ച നേതാവാണ് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി സതീശൻ. 2021 പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. എന്നാൽ 5 വർഷത്തിനിപ്പുറം 2026 മെയ് മാസത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്ന സതീശൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ തെളിയിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും വിജ്ഞാനവും എങ്ങനെ ഒരു ഭരണാധികാരിയെ വാർത്തെടുക്കുന്നു എന്നതാണ്. കൊച്ചിയുടെ ഹൃദയഭാഗമായ നെട്ടൂരിൽ കെ ദാമോദര മേനോന്റെയും വി വിലാസിനിയമ്മയുടെയും മകനായി 1964 മെയ് 31 സതീശൻ ജനിച്ചത്. ഒരു സാധാരണ നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് കുട്ടിക്കാലം മുതൽ കൂടെ കൂട്ടിയ വായനാശീലവും അന്വേഷണ കൗതുകവുമായിരുന്നു. പനങ്ങാട് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സതീശൻ തന്റെ നേതൃപാടവം തെളിയിച്ചിരുന്നു. ഒരു മികച്ച പ്രാസംഗികനായും സംവാദകനായും വളർന്ന അദ്ദേഹം സ്കൂൾ ലീഡറായും കലാസാഹിത്യ മത്സരങ്ങളിലെ സജീവ സാന്നിധ്യമായും മാറി. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ലഭിച്ച സ്വർണ്ണ മെഡലുകളും അംഗീകാരങ്ങളും പിൽക്കാലത്ത് നിയമസഭയിലെ മികച്ച പാർലമെന്ററിയൻ എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ചവിട്ടുപടികളായിരുന്നു. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ബിരുദ പഠനകാലത്തിന് ശേഷം അദ്ദേഹം തെരഞ്ഞെടുത്തത് സോഷ്യൽ വർക്ക് എന്ന വിഷയമായിരുന്നു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് MSW പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കാനുള്ള ഉൾക്കാഴ്ച ലഭിച്ചു. എന്നാൽ നിയമത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ തിരുവനന്തപുരം ലോ അക്കാദമിയിലേക്കും ഗവൺമെന്റ് ലോ കോളേജിലേക്കും എത്തിച്ചു. LLB, LLM ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ശേഷം ഏകദേശം 10 വർഷത്തോളം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾക്ക് മൂർച്ച കൂട്ടി. ഈ നിയമപരിജ്ഞാനമാണ് സഭയ്ക്കകത്ത് ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. സതീശന്റെ രാഷ്ട്രീയ കളരി MG സർവകലാശാലയായിരുന്നു. KSU പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന അദ്ദേഹം 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് NSU ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ചതിലൂടെ ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷവും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ സതീശന്റെ യഥാർത്ഥ രാഷ്ട്രീയ പരീക്ഷണം 1996 പറവൂർ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ കന്നിപ്പോരിനിറങ്ങിയ അദ്ദേഹത്തിന് ആദ്യ തവണ തോൽവി നേരിടേണ്ടി വന്നു. പരാജയത്തിൽ തളരാതെ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച സതീശൻ 2001 വൻ ഭൂരിപക്ഷത്തോടെ പറവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. അവിടുന്ന് അങ്ങോട്ട് പറവൂരിന് സതീശൻ എന്ന നേതാവിനെ മാറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടേയില്ല. 2001 മുതൽ ഇപ്പോൾ 2026 വരെ തുടർച്ചയായി 6 തവണയാണ് അദ്ദേഹം പറവൂരിനെ പ്രതിനിധീകരിച്ചത്. ഒരു മണ്ഡലത്തെ എങ്ങനെ മാതൃകാപരമായി വളർത്താം എന്നതിന് സതീശന്റെ പറവൂർ മോഡൽ മികച്ച ഉദാഹരണമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിൽ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ രാഷ്ട്രീയത്തിനതീതമായി പ്രശംസ പിടിച്ചുപറ്റി. പറവൂരിലെ ഓരോ വോട്ടർക്കും അദ്ദേഹം വെറുമൊരു MLA മാത്രമല്ല, മറിച്ച് അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ വിശ്വസിക്കാവുന്ന ഒരാളായി മാറി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കനത്ത പരാജയം നേരിട്ടപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിവെച്ച് കണ്ടെത്തിയ ഉത്തരമായിരുന്നു VD സതീശൻ. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനമേറ്റെടുത്ത അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന് പുതിയൊരു വ്യാകരണം നൽകി. വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഓരോ വിഷയത്തെയും ആഴത്തിൽ പഠിച്ച് കൃത്യമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കുമായുള്ള അദ്ദേഹത്തിന്റെ നിയമസഭാ സംവാദങ്ങൾ കേരളീയർക്കൊരു പുതിയ അനുഭവമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രവും ഭരണഘടനയും നിയമവശങ്ങളും കൂട്ടിയിണക്കി അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ സഭയിലെ അക്കാദമിക് നിലവാരമുയർത്തി. KPCC വൈസ് പ്രസിഡന്റ്, AICC സെക്രട്ടറി എന്നീ നിലകളിൽ പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കുന്നതിലും സതീശൻ വിജയിച്ചു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കേരളത്തിലെ കോൺഗ്രസിൽ അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും വിഷയങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങളിലും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള വിഷയങ്ങളിലും അദ്ദേഹം സ്വീകരിച്ച ശാസ്ത്രീയമായ നിലപാടുകൾ തുടക്കത്തിൽ വിമർശിക്കപ്പെട്ടുവെങ്കിലും പിൽക്കാലത്ത് പ്രളയവും മറ്റും കേരളത്തെ ബാധിച്ചപ്പോൾ സതീശൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പൊതുസമൂഹം അംഗീകരിച്ചു. സതീശന്റെ പ്രവർത്തന മേഖല വെറുമൊരു പ്രസംഗവേദിയിൽ ഒതുങ്ങുന്നതല്ല. കൊച്ചിയിലെ വ്യാവസായിക മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയാണ് അദ്ദേഹം. കൊച്ചിൻ റിഫൈനറീസ് എംപ്ലോയീസ് അസോസിയേഷൻ, ഫാക്ട് എംപ്ലോയീസ് കോൺഗ്രസ് തുടങ്ങി ഡസനിലോളം തൊഴിലാളി സംഘടനകളുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയിട്ടുണ്ട്.
ഒരു വശത്ത് ഹൈക്കോടതിയിലെ അഭിഭാഷകനായും മറുവശത്ത് തൊഴിലാളികളുടെ ശബ്ദമായും അദ്ദേഹം ഒരേപോലെ തിളങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം തന്റെ സ്വകാര്യ താൽപ്പര്യങ്ങൾക്കായി സമയം കണ്ടെത്താറുണ്ട്. കടുത്ത പ്രകൃതി സ്നേഹിയായ സതീശൻ ഒരു മികച്ച ട്രെക്കർ കൂടിയാണ്. മലനിരകളിലേക്കും വനങ്ങളിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ പരിസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് വഴിതെളിച്ചു. വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു ചിന്തകനും എഴുത്തുകാരനുമായി സതീശനെ മാറ്റുന്നത് ഈ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹമാണ്. ആർ ലക്ഷ്മിപ്രിയയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഏകമകൾ ഉണ്ണിമായ. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് തന്റെ രാഷ്ട്രീയ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. മികച്ച പാർലമെന്ററിയനുള്ള നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. എ റഹീം മെമ്മോറിയൽ അവാർഡ്, ലോക മലയാളി കൗൺസിൽ അവാർഡ്, ചെറിയാൻ ജെ കാപ്പൻ സ്മാരക പുരസ്കാരം, ഫൊക്കാനയുടെ പ്രത്യേക അംഗീകാരം എന്നിവ അതിൽ ചിലത് മാത്രമാണ്. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പറവൂരിലെ ജനങ്ങൾ തുടർച്ചയായി നൽകുന്ന വിജയമാണ്. രാഷ്ട്രീയത്തെ ഒരു സേവനമായി കാണുന്ന അദ്ദേഹം തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു. പ്രളയകാലത്ത് പറവൂരിൽ അദ്ദേഹം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പദ്ധതികളും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പറവൂരിന്റെ പ്രിയപ്പെട്ട സതീശൻ ചേട്ടൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകും. ഡേറ്റ അധിഷ്ഠിതമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന, വൈകാര്യതയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണാധികാരിയെയാണ് കേരളം അതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ആധുനിക കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, പരിസ്ഥിതി വെല്ലുവിളികൾ എന്നിവയെ മറികടക്കാൻ സതീശന്റെ ദീർഘവീക്ഷണം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വികസനവും പരിസ്ഥിതിയും എങ്ങനെ ഒത്തുപോകുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ പ്ലാനുണ്ട്. വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ വളർച്ച പെട്ടെന്നുണ്ടായ ഒന്നല്ല. അത് പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിലൂടെയും കൃത്യമായ തയ്യാറെടുപ്പുകളുടെയും ഫലമാണ്. വിവാദങ്ങളിൽ വീഴാതെ, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ, ആശയങ്ങൾ കൊണ്ടുമാത്രം പൊരുതുന്ന ഒരു ശൈലി അദ്ദേഹം വളർത്തിയെടുത്തു. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനകീയനും ബുദ്ധിജീവിയുമായ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിജ്ഞാനം അധികാരത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. വരും കാലങ്ങളിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കേരളം എങ്ങനെ മാറുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.